ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂർ. പൂജയുടെ കല്യാണം കഴിഞ്ഞു, ഷോപ്പിംഗ് കഴിഞ്ഞു, ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ ഇവിടെ സേവറി സീഷെല്ലിലാണ് നിന്നിരുന്നത്. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു തന്നത്, കോംപ്ലിമെൻ്ററി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ റെഡി ആവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് വേറെ ഡിമാർട്ടിൽ കയറുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ വിടുവാണ്. ബാംഗ്ലൂർ വിട്ട് ഞങ്ങൾ മൈസൂർ വന്നിട്ടാണ് ലഞ്ച് കഴിച്ചത്. ചേട്ടായിസ് എന്തോ ആയിരുന്നു എൻ്റെ പേര്. ഫുഡ് അത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ആവറേജ് ആയിരുന്നു. ഓവർ റേറ്റഡ് ആയിട്ട് തോന്നി. ഞങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോയതാണ്. ഓവർ റേറ്റഡ് ആയിരുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നടന്നൊരു ഇൻസിഡൻ്റാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കാണ് ഗുണ്ടൽപേട്ട്. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടായിരുന്നു ഇവിടെ ഫ്ലവേഴ്സ് നിൽക്കുന്നത്. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ എത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങ് വിട്ടുപോയായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് അവിടെ നിർത്താൻ പറ്റിയത്. ഇവിടെ ജമന്തി, പിന്നെ വാടാമല്ലി, സൺഫ്ലവേഴ്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ഈ 3 കേട്ടോ കണ്ടത്. ഈ ഫീൽഡിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ 3 ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും പിക്ചേഴ്സൊക്കെ എടുത്തായിരുന്നു. നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഫുൾ ക്രൗഡഡ് ആയിരുന്നു. നല്ല ഫ്രെയിമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അകത്തോട്ടേക്ക് പോയിട്ടാണ് കുറച്ചെങ്കിലും നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയത്. അത് ഞാൻ എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ഇറ്റ് വാസ് എൻ ഓൾ ടുഗെദർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവേഴ്സ് കുറച്ച് പഴയതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് ജമന്തിയും വാടാമല്ലിയാണ്. ഓണത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവർ പുതിയ പ്ലാന്റ്സും പുതിയ ഫ്ലവേഴ്സും ഇങ്ങനെ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ, സീഡ്സ് ഇടുന്നതിൻ്റെയും കിളയ്ക്കുന്നതിൻ്റെയൊക്കെ കുറച്ച് ഇത് കാണാൻ പറ്റും. ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. ആ സമയത്ത് പോകുകയാണെങ്കിൽ അവിടെ പ്രത്യേകതരം ലൈറ്റാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് പോകുന്നതായിരിക്കും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.